തിരുവനന്തപുരം നേമം ഗവൺമെന്റ് UP സ്കൂളിൽ പഠനോപകരണങ്ങൾ നശിപ്പിച്ച ശേഷം ക്ലാസ് മുറിയിലുണ്ടായിരുന്ന LED TV തകർത്ത് മോഷ്ടാക്കൾ. സ്കൂൾ പരിസരത്ത് രാത്രികാലങ്ങളിൽ തമ്പടിക്കുന്ന സാമൂഹ്യ വിരുദ്ധരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സംശയം. സംഭവത്തിൽ നേമം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രീ പ്രൈമറി വിഭാഗത്തിലെ വർണ്ണക്കൂടാരം ക്ലാസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന LED TVയാണ് മോഷ്ടാക്കൾ കവർന്നത്. SSK സ്റ്റാർസ് പദ്ധതി പ്രകാരം സ്കൂളിന് ലഭിച്ച TVയാണിത്. സ്കൂളിലെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന മൺവെട്ടി ഉൾപ്പെടെയുള്ള കൃഷി ഉപകരണങ്ങൾ ഉപയോഗിച്ച് 3 ക്ലാസ് മുറികളുടെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. ക്ലാസ് മുറികളിലെ പഠനോപകരണങ്ങളെല്ലാം തല്ലിത്തകർത്ത് നിലത്ത് വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു. രാവിലെ സ്കൂൾ വൃത്തിയാക്കാൻ എത്തിയ ശുചീകരണ ജീവനക്കാരാണ് വാതിലുകൾ തകർത്ത നിലയിൽ ആദ്യം കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് TV മോഷണം പോയ വിവരം അറിയുന്നത്. കവർച്ചയിലൂടെയും ഉപകരണങ്ങൾ നശിപ്പിച്ചതിലൂടെയും ഏതാണ്ട് 50,000-ഓളം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ വളരെ നന്നായി നടന്നുകൊണ്ട ഒരു സ്കൂളാണ് നേമം ഗവൺമെന്റ് UP. നിർഭാഗ്യവശാൽ ഇന്ന് രാവിലെ നമ്മുടെ സ്കൂളിൻ്റെ ക്ലീനിങ് സ്റ്റാഫ് വന്ന് ക്ലാസ് തുറക്കുമ്പോഴേ ഈ അനക്സിലെ 3 ക്ലാസ്സുകളുടെ ഓടാമ്പൽ പൊട്ടിച്ച് അകത്ത് കയറി നമ്മുടെ സ്കൂളിൻ്റെ ഒരു TV ആരോ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും തുടർന്ന് അകത്ത് കയറി നോക്കിയപ്പോൾ സാധനങ്ങളെല്ലാം പഠനോപകരണങ്ങളെല്ലാം വാരി കയറി. അതറിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ പോലീസിൽ പരാതിപ്പെടുകയും വിരലടയാള വിദഗ്ധർ വന്ന് പരിശോധിക്കുകയും തുടർ നടപടികൾ എടുക്കുകയും ചെയ്തു. അപ്പോൾ എത്രയും തന്നെ ഈ കള്ളനെ കണ്ടുപിടിക്കും എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. സ്കൂളിന് സമീപം രാത്രികാലങ്ങളിൽ മദ്യപാന സംഘങ്ങളും സാമൂഹ്യ വിരുദ്ധരും തമ്പടിക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സ്കൂളിന് തൊട്ടടുത്ത് പള്ളിച്ചൽ പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുള്ള ബോട്ടിൽ ബൂത്ത് ഇപ്പോൾ മദ്യക്കുപ്പികളാൽ നിറഞ്ഞിരിക്കുകയാണ്. സ്കൂൾ വളപ്പിൽ നിന്നും കുപ്പികൾ നിത്യേന കണ്ടുകിട്ടാറുണ്ട്. പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. സംഭവത്തിൽ സ്കൂൾ അധികൃതർ നേമം പോലീസിലും പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട്. മോഷണം നടത്തിയവരെ വേഗത്തിൽ കണ്ടെത്തണമെന്നും സ്കൂൾ പരിസരത്തെ സാമൂഹ്യ വിരുദ്ധ ശല്യത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നുമാണ് ഇവരുടെ ആവശ്യം. സംഭവത്തിൽ കേസെടുത്ത നേമം പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി.